നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് CBSE 10th സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് ചാപ്റ്ററായ റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ കാണുന്ന ക്വസ്റ്റ്യൻസ് നമുക്കറിയാം, അതല്ലാതെ വേറെ രീതിയിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ് 12n cannot end with the digits 0 or 5 for any natural number n. ഇതുപോലെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു 6n എന്നും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൽ പറയുന്നത് 12n എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ നമ്പറാണ്. 1 2 3 4 5 എന്ന് ഏത് വാല്യൂ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ അതിനങ്ങനെ എന്നിന് ഏത് വാല്യൂ കൊടുത്താലും, ഇപ്പോൾ 1 കൊടുക്കുമ്പോൾ നമുക്ക് 12 കിട്ടും, 2 കൊടുക്കുകയാണെങ്കിൽ 12 സ്ക്വയർ വരും 144. അങ്ങനെ എന്നിന് ഏത് വാല്യൂ കൊടുത്താലും ഈ 12n എന്ന് പറയുന്നൊരു നമ്പർ നമുക്ക് കിട്ടുമല്ലോ. അതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ്സ് 0യോ 5ഓ ആവില്ല എന്നാണ് പറയണത്. അപ്പോൾ നമുക്കറിയാം ഏതെങ്കിലും ഒരു നമ്പർ അതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ്സ് ഇപ്പോൾ 0യോ 5 ആയി കഴിഞ്ഞാൽ ആ ഒരു നമ്പർ ഓൾവേസ് ഡിവിസിബിൾ ബൈ 5 ആയിരിക്കും അല്ലേ. ഇപ്പോൾ 10 എടുക്കാം, 90 എടുക്കാം, 85, ഇതൊക്കെ 5ൽ ഡിവൈഡ് ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പോൾ 12n 0യിലോ 5ലോ എൻഡ് ചെയ്യാൻ വിചാരിക്കുക. അതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ്സ് 0യോ 5ഓ ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ആ ഒരു നമ്പറും ഡിവിസിബിൾ ബൈ 5 ആയിരിക്കുന്നു. ഇനി നമുക്ക് 12n അങ്ങനെയാണെങ്കിൽ അതിലെന്തുണ്ട്, 5 എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഫാക്ടർ ആയിരിക്കും അല്ലേ. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്ന് പറയുമ്പോൾ 5 അതിൻ്റെ ഒരു പ്രൈം ഫാക്ടർ ആയിരിക്കും. ഇനി 12n നമ്മൾ എങ്ങനെ എഴുതാൻ പറ്റും? 2 × 2 × 3 ആണ് 12n, അതായത് 2 സ്ക്വയർ × 3. അപ്പോൾ 12n എന്ന് പറയുമ്പം 2 സ്ക്വയർ × 3 ഓൾ റേസ് ടു n അല്ലേ, അതായത് 2^2n × 3^n. അപ്പോൾ ഇതിൽ കാണുന്ന പ്രൈം നമ്പേഴ്സ് ഇപ്പോൾ ഏതൊക്കെയുള്ളൂ? 2ഉം 3ഉം മാത്രമേ ഉള്ളൂ. ഇതിൽ 5 വരുന്നുണ്ടോ? ഇല്ല. അപ്പം 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ 5 അതിൻ്റെ ഒരു പ്രൈം ഫാക്ടറായിട്ട് വരണം. പിന്നെ നമുക്കറിയാം പ്രൈം ഫാക്ടറൈസേഷൻ യുണീക്ക്നെസ്സിന് അല്ലേ, യുണീക്കാണ്, വേറെ രീതിയിൽ എഴുതാൻ പറ്റില്ല. അപ്പം ഇതിൻ്റെ അർത്ഥം എന്താണ്? 12n cannot end with the digits 0 or 5. ഇത് മനസ്സിലായില്ല. അപ്പം അതിൻ്റെ സ്റ്റെപ്പിന് വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാതും എഴുതി വെച്ചത്. ഇതേപോലെ തന്നെ നിങ്ങൾ എഴുതുക. ഇനി വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇതിൻ്റെ വേറൊരു മോഡലൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. 3 alarms clocks ring their alarms at regular intervals of 20 minutes, 25 minutes and 30 minutes. If they first beep together at 12 noon, at what time will they beep again for the first time? അതായത് 3 അലാറം ക്ലോക്കുകൾ വെച്ചിട്ടുണ്ട്. ഈ അലാം ക്ലോക്കുകൾ ഒന്ന് 20 മിനിറ്റ്സ് കഴിയുമ്പോഴാണ് ബീപ്പ് ചെയ്യുക, അടുത്തത് 25 മിനിറ്റ്സ് കഴിയുമ്പോൾ ബീപ്പ് ചെയ്യും, മൂന്നാമത്തേത് 30 മിനിറ്റ്സ് കഴിയുമ്പോഴാണ് ബീപ്പ് ചെയ്യുക. അപ്പോൾ 12 നോണിന്, അതായത് ഉച്ചയ്ക്ക് 12 മണിക്ക് 12 നോണിനെ അവർ ഒരുമിച്ച് ബീപ്പ് ചെയ്തു. അത് കഴിഞ്ഞാൽ ആദ്യത്തെ ക്ലോക്ക് ഒരു 20 മിനിറ്റ്സ് കഴിയുമ്പോഴേക്കും ബീപ്പ് ചെയ്യും. രണ്ടാമത്തേതാണെങ്കിൽ 25 മിനിറ്റ്സ്, അപ്പോൾ 12:25 ആകുമ്പോൾ അത് ബീപ്പ് ചെയ്യാം. മൂന്നാമത്തേത് 12:30 ആകുമ്പോഴാവും ബീപ്പ് ചെയ്യുക. അപ്പോൾ 3 ടൈമിലാണ് ബീപ്പ് ചെയ്തത് അല്ലേ. ഇനി അത് കഴിഞ്ഞ് വീണ്ടും 12:40 ആകുമ്പോൾ ആദ്യത്തെ ക്ലോക്ക്, മറ്റേത് വീണ്ടും അതിന് 25 കഴിയുമ്പോൾ അല്ലേ. അപ്പോൾ അവർ ഒരുമിച്ചാവുന്നില്ല. പക്ഷേ എപ്പോഴാണ് വീണ്ടും അവർ നെക്സ്റ്റ് ടൈം ഇതുപോലെ ഒരുമിച്ച് അവർ ബെല്ല് റിങ് ചെയ്യുക അല്ലെങ്കിൽ ബീപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇതേപോലെ നമുക്ക് വേറെയും പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ഒരുമിച്ച് ഇത് സ്റ്റാർട്ട് ചെയ്തു, ഒരാൾ ഇത്ര സ്പീഡിൽ പോകുന്നു, മറ്റേ ആൾ വേറെ സ്പീഡിലാണ്. അപ്പം പിന്നെ എപ്പോഴാണ് അവർ രണ്ടുപേരും ഒരുമിച്ച് കണ്ടുമുട്ടുക എന്നൊക്കെ ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങളതിൽ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? നമുക്കതിൻ്റെ LCM ആണ് കണ്ടുപിടിക്കേണ്ടത്. ഏതൊക്കെ നമ്പറുകൾ തന്നിട്ടുണ്ടോ? 2 നമ്പേഴ്സ് ആണെങ്കിൽ ആ 2 നമ്പേഴ്സ്, 3 നമ്പേഴ്സ് ആണെങ്കിൽ അതിൻ്റെ 3 നമ്പേഴ്സ്. അപ്പോൾ ഇവിടെ നമുക്ക് ടൈം വെൻ ദേ റിംഗ് ടുഗദർ ഇസ് ഈക്വൽ ടു LCM ഓഫ് ഇവിടെ ഏതൊക്കെ നമ്പറാണ്? 20, 25, 30. ഈ 3 നമ്പറുകളുടെ LCM കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇനി അടുത്തത് എപ്പോഴാണ് അവർ ഇനി ഒരുമിച്ച് റിങ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ 20 നമുക്കറിയാം 10 × 2 അല്ലെങ്കിൽ 2 × 2 × 5 അല്ലേ, 2 സ്ക്വയർ × 5 അല്ലെങ്കിൽ 4 × 5 ആണല്ലേ 20. 25 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 5 × 5 അല്ലെങ്കിൽ 5 സ്ക്വയർ. 30 ആണെങ്കിൽ 6 × 5, 6 എന്ന് പറയുന്നത് എന്താണ്? 2 × 3 × 5 അല്ലേ. അപ്പോൾ ഇതിൻ്റെ LCM എന്ന് പറയുമ്പോൾ എന്താ വരിക? LCM എന്ന് പറയുമ്പോൾ 2 എന്താണ്? ഏറ്റവും ഹയസ്റ്റ് പവർ, ഗ്രേറ്റ് പവർ നമ്മൾ എടുക്കണം. അപ്പോൾ 2ൻ്റെ ഗ്രേറ്റ് പവർ ഇവിടെ 2 സ്ക്വയർ ആണ്. പിന്നെ ഇവിടെ 5ൻ്റെ ഗ്രേറ്റ് പവർ 5 സ്ക്വയർ ആണ്. പിന്നെ ഇവിടെ ഒരു 3 ഉണ്ട്. 2 സ്ക്വയർ × 5 സ്ക്വയർ × 3 വരും, അല്ലെങ്കിൽ 2 സ്ക്വയർ × 3 × 5 സ്ക്വയർ. അപ്പോൾ ഇത് എത്ര വരെ? ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 300 എന്ന് കിട്ടും. എന്താണ് കിട്ടുക? 300. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? The 3 bells ring together after 300 minutes. 300 ഇവിടെ നമുക്ക് മിനിറ്റ്സാണ് തന്നിരിക്കണം. അപ്പം 300 മിനിറ്റ്സ് എങ്ങനെ എഴുതണം?
The 3 bells ring together after 300 minutes. ഈ 300 minutes എന്ന് പറയുമ്പോൾ എത്ര അവറാ? നമ്മൾ അവറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 5 hours കിട്ടും. 5 മണിക്കൂർ കഴിഞ്ഞാലാണ് പിന്നെ അത് എന്ത് ചെയ്യുള്ളൂ? ഒരുമിച്ച് ഇതുപോലെ ബീപ്പ് ചെയ്യുള്ളൂ. അപ്പം 12 noon ആദ്യത്തെ ബീപ്പ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ 300 minutes അല്ലെങ്കിൽ 5 hours കഴിയുമ്പോൾ എത്രയാണ് സമയം? 5 o'clock അല്ലേ? അപ്പോൾ 12 noon അപ്പോൾ പിന്നെ അടുത്തത് 5 എന്ന് പറയുന്നത് എന്താണ്? 5 PM. അപ്പോൾ കണ്ടോ? അപ്പോൾ അത് നമ്മൾ അതിൽ ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്കത് അറിയാൻ പറ്റും. Then they rang together first at 12 noon. Then they ring together again at 5 PM. അപ്പോൾ ഇതേപോലത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ LCM ആണ് കാണേണ്ടത് എന്നുള്ളത് ഓർത്ത് വെക്കുക. ഇതുപോലെ ഒരുമിച്ച് ഇങ്ങനെ ട്രാവൽ ചെയ്യാൻ തുടങ്ങി, അല്ലെങ്കിൽ ഇതിൻ്റെ സ്പീഡിലാണ്, പലരും പല പല സ്പീഡിലായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന പ്രോബ്ലത്തിൽ നമ്മൾ LCM ആണ് കാണേണ്ടത്. അപ്പോൾ ഇതിൻ്റെ വെറൈറ്റി ടൈപ്സ് ക്വസ്റ്റ്യൻസ് വന്നാലും ഇപ്പോൾ വേറൊരെണ്ണം പറയാം. 3 bells ring at intervals of 6, 12 and 18 minutes. അവർ 6 AM ഒരുമിച്ച് ബെല്ല് റിങ് ചെയ്തത്. അങ്ങനെയാണ് പിന്നെ എപ്പോഴായിരിക്കും അവർ വീണ്ടും ഇതുപോലെ ഒരുമിച്ച് ബെല്ല് റിങ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ആ 3 നമ്പറുകളുടെ LCM കാണുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ ടൈം എപ്പോഴാണ് തന്നിരിക്കുന്നത് അതിൻ്റെ കൂടെ പ്ലസ് ആ ഒരു ടൈം ആഡ് ചെയ്യുക. അപ്പോൾ LCM ആണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഇനി വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് ഈസ് ദ ഗ്രേറ്റസ്റ്റ് പോസിബിൾ സ്പീഡ് at which a girl can walk 95 meter and 171 meter in an exact number of minutes. അപ്പോൾ ഗ്രേറ്റസ്റ്റ് പോസിബിൾ സ്പീഡാണ് നമുക്ക് കാണേണ്ടതെങ്കിൽ അവിടെ അപ്പോൾ അതെന്തായിരിക്കും നമുക്ക് കാണേണ്ടി വരിക? HCF ആണ് അല്ലേ? അപ്പോൾ ആസ് ദ ഗേൾ നീഡ്സ് ടു വാക്ക് 95 meter and 171 meter at the exact number of minutes, so we have to find the HCF of ഏതൊക്കെയാണ്? HCF of 95 and 171. ഈ 2 നമ്പറുകളുടെ പ്രൈം ഫാക്ടറൈസേഷൻ നമ്മൾ എഴുതുക, അതിൻ്റെ HCF കണ്ടുപിടിക്കുക. അപ്പോൾ 95 എന്ന് പറയുമ്പം 5 × 19 ആണ്. അതുപോലെ 171 എന്ന് പറയണത് 3 × 3 × 19. അപ്പോൾ HCF എന്ന് പറയുമ്പോൾ നമുക്കറിയാം കോമൺ ആയിട്ടുള്ളത് വേണമല്ലോ. അപ്പോൾ ഇവിടെ കോമൺ ആയിട്ടുള്ളത് ആരാണ്? 19. അപ്പം HCF എന്താണ്? 19. HCF 19 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അർത്ഥം? ദ ഗ്രേറ്റസ്റ്റ് പോസിബിൾ സ്പീഡാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ദ ഗ്രേറ്റസ്റ്റ് പോസിബിൾ സ്പീഡ് ഈസ് ഈക്വൽ ടു 19 എത്രയാണ്? m/min. ഇവിടെ മിനിറ്റിലാണ് തന്നിരിക്കുന്നത്, സെക്കൻഡ് അല്ല കേട്ടോ. 95 minutes 171. അപ്പോൾ മിനിറ്റ്. ഇനി അടുത്തത് ഇതേപോലെ തന്നെ ഈ ഒരു മോഡൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ദ ഗ്രേറ്റസ്റ്റ് നമ്പർ വിച്ച് വെൻ ഡിവൈഡ്സ് 1 to 5 ആണ്. അത് 1251, 9377 and 15628 leaves remainder 1, 2 and 3 റെസ്പെക്റ്റീവ്ലി ഈസ്. അതായത് ഈ ഒരു നമ്പറിനെ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 1 അതിൻ്റെ റിമൈൻഡർ, സെക്കൻഡ് നമ്പറിനെ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 2 അതിൻ്റെ റിമൈൻഡർ ആയിട്ട് വരും, തേർഡ് നമ്പറിനെ ഡിവൈഡ് ചെയ്യുമ്പം 3 അതിൻ്റെ റിമൈൻഡർ ആയിട്ട് വരും. അപ്പോൾ ഇതിൽ 3 എണ്ണത്തിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഗ്രേറ്റസ്റ്റ് നമ്പർ ഏതാണെന്ന് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ നമ്പറുകളൊന്ന് ശരിയാക്കാം. 1 to 5 ഡിവൈഡ് ചെയ്യുമ്പോൾ 1 അവിടെ റിമൈൻഡർ കിട്ടൂലേ. അപ്പോൾ ആക്ച്വലി നമ്പർ ഏതാണ്? റിമൈൻഡർ 0 വരണമെങ്കിൽ, അതായത് കംപ്ലീറ്റ്ലി ഡിവൈഡ് ആവണമല്ലോ നമുക്ക്. അങ്ങനത്തെ നമ്പർ എന്താണ്? 1250 ആയിരിക്കും. അപ്പോൾ റിമൈൻഡർ അവിടെ കിട്ടില്ല, കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആയിരിക്കും. അതുപോലെ 9377 ഡിവൈഡ് ചെയ്യുമ്പോൾ 2 റിമൈൻഡർ കിട്ടണമെങ്കിൽ, കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യണമെങ്കിൽ 9375 അതിൽ നിന്ന് 2 സബ്ട്രാക്ട് ചെയ്യുക അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ളതിലൊക്കെ നമുക്ക് ആ തന്നിരിക്കുന്ന റിമൈൻഡർ എത്രയാണോ പറഞ്ഞിരിക്കണേ അത് സബ്ട്രാക്ട് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നമ്മുടെ പെർഫെക്റ്റ് നമ്പർ കിട്ടും. പിന്നെ അടുത്തത് 15628 അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ 3 ആണ് റിമൈൻഡർ വരുന്നത്. അപ്പോൾ ആ 3 അതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 15625 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് 3 നമ്പറുകൾ നമ്മൾ ആദ്യത്തെ പോലെ കണ്ടുപിടിക്കുക. അതിനുശേഷം നമുക്കിതിൻ്റെ എന്താണ്? HCF ആണ് കേട്ടോ. ഗ്രേറ്റസ്റ്റ് നമ്പർ എന്നൊക്കെ പറയുന്നത് നമ്മൾ HCF ആണ്, നമുക്ക് കൺഫ്യൂഷൻ വേണ്ട, LCM അല്ല. അപ്പോൾ അക്കോർഡിംഗ് നമുക്ക് പ്രൈം ഫാക്ടറൈസേഷൻ നോക്കാം. 1250 എന്ന് പറയുമ്പോൾ 2 × 5⁴ ആണ്. നമുക്ക് അറിയില്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് സൈഡിൽ നമുക്ക് ചെയ്തിട്ട് ഇവിടെ എഴുതാം. 2 × 5⁴. അതുപോലെ 9375 എന്ന് പറയുമ്പോൾ 3 × 5⁵. അതുപോലെ ലാസ്റ്റ് നമ്പർ 15625 എന്ന് പറയുമ്പോൾ 5⁶. ഇങ്ങനെയാണ് പ്രൈം ഫാക്ടറൈസേഷൻ വരുന്നത്. അതായത് 2 × 5 × 5 × 5 × 5 അങ്ങനെ. അത് സിമ്പിളായിട്ട് എഴുതിയെന്ന് മാത്രം. അപ്പോൾ ഇതിൻ്റെ HCF എന്താ വരിക? HCF എന്ന് പറയുമ്പോൾ കോമൺ ആയിട്ടുള്ളതിലെ ലീസ്റ്റ് പവർ
HCF is equal to ഇത് കോമൺ 5 ആണ്, അതിൻ്റെ ലീസ്റ്റ് പവർ എന്ന് പറയുന്നത് 5⁴. 5⁴ അതായത് 5 × 5 × 5 × 5 എത്ര വരും? 625. അപ്പോൾ 625 ആണ് ആ ഗ്രേറ്റസ്റ്റ് നമ്പർ വിച്ച് ഡിവൈഡ്സ് ദീസ് 3 നമ്പേഴ്സ്. മനസ്സിലായല്ലോ? അപ്പോൾ 625. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് വേറൊരു മോഡൽ പറഞ്ഞുതരാം. ഫൈൻഡ് ദ ഗ്രേറ്റസ്റ്റ് നമ്പർ വിച്ച് ഡിവൈഡ്സ് 85 and 72 ലീവിങ് റിമൈൻഡേഴ്സ് 1 and 2 റെസ്പെക്റ്റീവ്ലി. അപ്പോൾ 85നെ ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 ആണ്. അപ്പോൾ 1 സബ്ട്രാക്ട് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ 84 കിട്ടും. 72നെ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് റിമൈൻഡർ 2 ആണ്. അപ്പോൾ 72 - 2 = 70. അപ്പോൾ 84 70 നമ്പർ ആദ്യം കണ്ടുപിടിക്കുക. ഇതേപോലെ അതിൻ്റെ HCF കാണുക. അപ്പോൾ അതായിരിക്കും ദ ഗ്രേറ്റസ്റ്റ് നമ്പർ വിച്ച് ഡിവൈഡ്സ് ബോത്ത് ദ നമ്പേഴ്സ്. അപ്പം ഇങ്ങനെയുള്ള മോഡൽ മനസ്സിലായല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്ന മോഡൽസ്. ഇനിയും 1-2 ക്വസ്റ്റ്യൻസും കൂടി ഉണ്ട്. അതുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്